ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിനൊരുങ്ങി കേരളം. ചാമ്പ്യൻഷിപ്പിന് മറ്റന്നാൾ തുടക്കമാകും. കേരളത്തിൽ മത്സരം ഒരുക്കാനുള്ള അവകാശം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. അറിവിന്റെ ലോക സാമ്രാട്ടിനെ കണ്ടെത്താനുള്ള ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 1-നാണ് ലോകമെമ്പാടും വിജ്ഞാന പോരാട്ടം നടക്കുന്നത്. കേരളത്തിൽ ചാമ്പ്യൻഷിപ്പിന്റെ ചുമതലക്കാർ ഗോകുലം ഗ്രൂപ്പാണ്. ഇക്കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ലോക ക്വിസ് കോമ്പറ്റീഷൻ ഇന്ന് അതിൻ്റെ കേരളത്തിൻ്റെ ചാർജ് ഗോകുലം ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്സിൽ ചൈന ലോക ചാമ്പ്യന്മാരാണ്. എന്നാൽ ക്വിസ് കോമ്പറ്റീഷനിൽ ലോക ചാമ്പ്യന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? ഒരു അറിവിൻ്റെ സാമ്രാട്ട്, ഒരു അറിവിൻ്റെ ഒരു നിദാനമായ ക്വിസ്, ആ ക്വിസ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ ലോക ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ഇന്റർനാഷണൽ ക്വിസിംഗ് ഫെഡറേഷനാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ജൂൺ മാസത്തിലെ ആദ്യ ശനിയാഴ്ചയാണ് ലോകമെമ്പാടും വിജ്ഞാന പ്രതിഭയെ കണ്ടെത്താനുള്ള പോരാട്ടം ഓരോ വർഷവും നടക്കുക. ഇന്ത്യയിലുക്കുറി 100ഓളം മത്സരവേദികളുണ്ട്. കേരളത്തിൽ കോഴിക്കോട് ശ്രീ ഗോകുലം സ്കൂൾ ഉൾപ്പെടെ 3 കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഫുട്ബോളിലും ക്രിക്കറ്റിലും ചെസ്സിലും ഉള്ളതുപോലെ ഒരു ലോക ചാമ്പ്യനെ വിജ്ഞാന പോരാട്ടത്തിൽ കണ്ടെത്തുന്നതാണ് ഈ മേള. മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ ഇക്കുറി മലയാളികൾ ഏറെയുണ്ട്. ലോക ക്വിസ് കിരീടം ഇന്ത്യയിലെത്താൻ, കേരളത്തിലെത്താനുള്ള ശ്രമത്തിലാണ് ഗോകുലം ഗ്രൂപ്പ്. 24 കോഴിക്കോട്. എന്തായാലും വലിയൊരു ക്വിസ് മേളയാണ് നടക്കാൻ പോകുന്നത്. അതിന് എല്ലാവിധമായ ആശംസകൾ.